കളിൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ലോ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും അദ്ദേഹം കൊണ്ടുവന്നത്. ഇത് ആർക്കെങ്കിലും അറിയാവോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ ആദ്യത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഐഡിയ മൂട്ടിയിരുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ നിയമം പാസ്സാക്കിയത്. ഇത് ആരെങ്കിലും സംസാരിക്കുന്ന പീപ്പിൾ ഓൾവേസ് ടോക്ക് അബൌട്ട് അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു. അതിലങ്ങ് തർക്കമാണ്. ആ മനുസ്മൃതി കത്തിച്ചതിലും കഥയുണ്ട്. നിങ്ങളെല്ലാവരും ആ ചർച്ച കണ്ടു കാണുമായിരിക്കില്ല. മറ്റേ മനോരമയുടെ ബുക്ക് ഫെസ്റ്റിവലിൽ നടന്ന ഒരു ചർച്ചയ്ക്കകത്ത് മനുസ്മൃതി കത്തിച്ചത്, ഞാൻ പേര് പറയാം, ശ്രീജിത്ത് പണിക്കരോ ചോദിച്ചു എന്തുകൊണ്ടാണ് അംബേദ്കർ ഖുറാൻ കത്തിക്കാത്തത്, ബൈബിൾ കത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് മനുസ്മൃതി കത്തിച്ചത്? സോ ഹി വാസ് അഗെയിൻസ്റ്റ് ഹിന്ദുയിസം എന്നാണ് പുള്ളിയുടെ തീയതി. അത് അന്ന് പാനലിലുണ്ടായിരുന്ന സന്യം കവിക്കാടും ശ്യാംകുമാറിന് അതിന് മറുപടി കൃത്യമായിട്ട് കൊടുത്തില്ല. അതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള മറുപടി ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. 1927 ഒരു കുളമുണ്ടായിരുന്നു ബോംബെയിൽ, പൊതുപണത്തിലെടുത്ത് പണിത കുളം. ആ കുളത്തിൽ നിന്ന് ദളിതര് വെള്ളം എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സമരം നടത്തി. ആ സമരത്തിന് ഇടയ്ക്ക് കോടതി വിധിയുണ്ട്.